ഹലോ, ഇന്നത്തെ നമ്മളായിട്ടുണ്ടല്ലോ ഒരു അടിപൊളി മത്തി പൊരിച്ചതാണ്. പ്രത്യേക ഒരു മസാലക്കൂട്ടിൽ നല്ല ടേസ്റ്റില് അതിൻ്റെ പൊരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണകേനെ മൂക്കിലേക്ക് അടിക്കും. അമ്മാതിരി ഒരു മത്തി വെച്ച നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇല്ലേ നിങ്ങൾക്ക് ആ മത്തി പൊരിച്ചൊന്ന് കാണിച്ചു തരാം. മത്തി പൊരിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുള്ള് വീഡിയോ കണ്ടാൽ മതിയല്ലോ. നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഒന്നൊന്നര മത്തി പൊരിച്ചാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നില്ലേ. 3 മത്തിയാണ്. അത് ചെറുങ്ങനെ വരച്ചിട്ട് ഇതുപോലെ വരച്ചിട്ട് കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കണം നല്ലോണം. മിക്സിൻ്റെ ജാർ എടുത്തിട്ടില്ല, ആ ചെറിയ ജാറ് കുറച്ച് പരിചീരകം, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മതിയേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അന്ന് പൊടിയാക്കുന്നില്ല, ഒരു ക്രഷ് ടൈപ്പാണ്. ഇനി നമുക്ക് അതിലേക്കില്ലേ ഒരു ചെറിയ 2 ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അത് ചതച്ചിട്ട്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, അത് നല്ലോണം ചതച്ചിട്ട് കൊണ്ടുവന്നാണ്. ചതക്കണമെന്നില്ല, അങ്ങനെ ഇട്ടാലും മതി. ഞാൻ ചതച്ചിട്ട് കൊണ്ടുവന്നേ. പിന്നെ ഒരു വറ്റൽമുളക് ഒറ്റൊന്ന് മതിയേ, അത് വിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, നമ്മൾ ബ്ലാക്ക് കുരുമുളക്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ കുറച്ച് മതിയേ, അതൊരു, പിന്നെ മല്ലിപ്പൊടി അതും കുറച്ച്, എല്ലാം ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ അങ്ങനെയാണ്. ഇത് മുളക് പൊടി ഒരു ടീസ്പൂണാണ്, അത് വിട്ട് പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്. മസാലയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ചിലർക്ക് എരിവ് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് എൻ്റെ അളവിൽ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഒരു ചെറുനാരങ്ങ നല്ലോണം പീനി നീരാക്കിയിട്ട് അതും അങ്ങേ കയ്യിൽ വയ്ക്കുക. ഇനി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലല്ല കുറച്ച് സുറുക്കിയോ കുറച്ച് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നേരെ നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ടുവരാം, ഗ്രൈൻഡ് ചെയ്തുകൊണ്ടുവരാം നല്ലോണം. നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, നല്ലോണം അങ്ങ് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം കുറവ് അതിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളെ മസാല റെഡിയായി. നോക്കി നമ്മൾ മസാല ഇങ്ങനെ തുറന്ന് നോക്കാം. അടിപൊളി മസാലയാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇനി മീനെടുക്കാം. 3 മത്തി ഉണ്ടല്ലോ, മത്തിയാണ് ഏത് മീനും എടുക്കാം. നമ്മളിവിടെ മത്തിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. മത്തിക്ക് ഇത് ബെസ്റ്റാണ്. മത്തി ഉണ്ടല്ലോ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറുങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം. മസാല കൊണ്ടുവന്നിട്ട് അതിനെ പതുക്കെ തേച്ച് കൊടുക്കാം. ആ വരേൻ്റെ ഇടയ്ക്കെല്ലാം കയറണം മസാല ശരിക്കും. ഇനി അതിൻ്റെ നടുക്കും കുറച്ച് മസാല നല്ലോണം കയറ്റി കൊടുക്കണേ. എല്ലാ ഭാഗത്തും മസാല അങ്ങ് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ബാക്കി മസാലയും കൂടെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ പതുക്കെ തേച്ച് അതിന് നല്ല ഫുള്ളായിട്ട് മസാല അങ്ങ് മത്തിയിലങ്ങ് പിടിപ്പിക്കുക. എത്ര പിടിക്കാൻ പറ്റത്രയും നല്ല വൃത്തിയിൽ പിടിപ്പിക്കുക. എല്ലാ ഭാഗവും പിടിക്കണേ. ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഫുള്ള് നല്ല മസാല പിടിപ്പിച്ചിട്ടില്ല. ആ മൊത്തം മസാല അതിൽ പിടിപ്പിച്ച് 3 മത്തിയിൽ. ഇനി നമുക്കില്ലേ ഇതിനെന്ത് ചെയ്യാം, ഇങ്ങനെ കൊണ്ട് പോയി പൊരിക്കാൻ പാടില്ലേ. നമ്മൾ മസാല നോക്കി ആ മത്തിയിലുണ്ടല്ലോ ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. മസാല ഉണ്ടല്ലോ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു അരമണിക്കൂർ മാറ്റി വെക്കേ. അരമണിക്കൂർ ഇങ്ങനെ മസാല പിടിപ്പിച്ചിട്ട് വെച്ചിട്ടേ പൊരിക്കാവേ, നേരെ കൊണ്ടുപോയി പൊരിക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ അരമണിക്കൂർ കഴിഞ്ഞേ. ഇനി കിച്ചണിൽ പോയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് അങ്ങ് കത്തിക്കുന്ന ഒരു പാനും വെക്കുന്നത്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിടും. കുറേ ഓയിലൊന്നും വേണ്ട, ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്, പാനിലേക്ക്. മതി മതിയടാ. ഓക്കെ, ഇനി അത് ചുറ്റിയിട്ടൊന്ന് പിടിപ്പിക്കുക. ആ പാത്രത്തിൽ മൊത്തം അങ്ങ് പിടിപ്പിക്കുക. ഇനി നല്ലോണം ചൂടായതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില അങ്ങ് ഇടുക. ഈ എണ്ണ ഉണ്ടല്ലോ നല്ലോണം കായണം. നല്ലോണം ചൂടായിട്ട് നമ്മൾ പൊരിച്ചിടാവും, മീനിടാവും. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കലും അങ്ങനത്തെ പ്രശ്നം വരും. അപ്പോൾ നല്ലോണം ചൂടായതിന് ശേഷം ഓയിലിടുക. ചൂടായിട്ട് ഇതാവാനും പാടില്ല, പുക വരാനും പാടില്ല. ആ ലെവലിൽ ചൂടാക്കുക. ഓക്കെ, ഇനി നമുക്ക് മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, എന്നാലും അധികം പറ്റി പിടിക്കില്ല. അങ്ങനെ നമ്മൾ പൊരിച്ച 3 എണ്ണം അങ്ങ് ഇട്ട് നോക്കിയാൽ ഇനി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒരു ഭാഗം അങ്ങ് കുക്ക് ചെയ്യാം. മൊത്തം ഒരു 6 മിനിറ്റ് വേണ്ടിയും, ഇല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്. ഓരോ ഭാഗത്തും 3 മിനിറ്റ്, ഇല്ലെങ്കിൽ 4 മിനിറ്റ് അത്രയും വേണ്ടിയേ. നോക്കിയാൽ നമ്മൾ മത്തി അങ്ങനെ അവിടുന്ന് ഫ്രൈ ആവുന്നുണ്ട്. നോക്കിയാൽ മസാലയിലിട്ട് നല്ല അടിപൊളിയായിട്ടില്ല കാണാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ നെയ്യിൽ ചൂടായി വരുമ്പോൾ തന്നെ ഇട്ടില്ല നല്ല മണം വരുന്നുണ്ട് മോനെ. ഒന്നൊന്നര മണം, ആ മസാലക്കൂട്ടിൻ്റെ മണം ഉണ്ടല്ലോ വേറെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ വെന്തെന്ന് എങ്ങനെ അറിയുന്നത്, ഇത് ഇളക്കുമ്പില്ല ഇങ്ങനെ വരണം, ഇല്ലാണ്ട് അവിടെ പിടിച്ച് നിൽക്കാൻ പാടില്ല. പിടിച്ച് നിൽക്കുന്നതിനെ കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങ് വരണം. നമ്മൾ മറിച്ചിടാം. അത് കറക്റ്റ് വെന്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. അധികം കരിയാൻ പാടില്ല, ശ്രദ്ധിക്കണേ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഫസ്റ്റ് ഒന്ന് നല്ല തീ വെച്ചിട്ട് പിന്നെ ചെറിയ തീ വെച്ചാൽ മതി, അപ്പം കരിയും ചെയ്യാം. ലേശം ടൈപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മത്തി. മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മത്തി പൊരിച്ചാൽ റെഡിയായി വെച്ചിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കണ്ടേ. ഈ പൊരിച്ചാൽ എടുത്ത് നോക്കാം. ഇതിനങ്ങ് എടുക്കാം. ഓക്കെ, നമ്മൾ അടിപൊളി മത്തി പൊരിച്ച റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മസാലയാണ് പ്രത്യേകം, നല്ല മസാലയാണ്. ഒരു 1-1.5 ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടല്ലോ ഈ രീതിയിൽ ഇതേ മസാലയിൽ ഒന്ന് പൊരിച്ച് നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അതിൽ നിന്നൊരു ചെറിയ പീസ് പൊട്ടിച്ച് നോക്കിയാലോ. എപ്പടിയിടാ.